തദ്ദേശ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കോൺഗ്രസ് BJP കൊടുക്കൽ വാങ്ങലുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായതിൻ്റെ തുടർച്ചയാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരീക്ഷണവുമാണ്. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ആകെ ഒലിച്ച് പോയി BJPയിൽ വിലയം പ്രാപിക്കുന്ന ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് അതെന്നുള്ളത് വ്യക്തമാണല്ലോ. കുമരകത്ത് പ്രത്യുപകാരം BJP കോൺഗ്രസിനെ സഹായിച്ചു LDFനെ പരാജയപ്പെടുത്താൻ. അപ്പോൾ LDFന് ഭൂരിപക്ഷമുള്ളിടത്ത് പോലും LDFനെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഒരു മറയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ കോൺഗ്രസും BJPയും കൊടുക്കൽ വാങ്ങൽ നടത്തിയത് കേരളം മുഴുവൻ കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ശശി തരൂർ BJPയെയും നരേന്ദ്രമോദിയെയും നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്തുതിക്കുന്ന ശശി തരൂരിന് കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ പോയിരിക്കാൻ ഒരു വിലക്കും തടസ്സവുമില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്നു, പുറത്തിറങ്ങി നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നു. ഇന്നിപ്പോൾ ദിഗ്വിജയ് സിംഗും സ്തുതിച്ചതായിട്ടാണ് നാം കാണുന്നത്. കോൺഗ്രസ് BJPയായി മാറുന്ന BJPയുടെ രീതികൾ പ്രയോഗിക്കുന്നതാണ് നാം കാണുന്നത്. ബാംഗ്ലൂരിൽ ബുൾഡോസർ പ്രയോഗിച്ചത് BJPയിൽ നിന്ന് പഠിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ 3000-ഓളം പേരെ, ദളിതരും മുസ്ലിങ്ങളും അടങ്ങുന്ന പാവപ്പെട്ട 3000-ഓളം പേരെ ഒരു പുലർച്ചെ ഇരുട്ടിൻ്റെ മറവിൽ ബുൾഡോസർ വന്ന് അവരുടെ വീടുകൾ മുഴുവൻ, കുടിലുകൾ മുഴുവൻ ഇടിച്ചു നിരത്തി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു. UDFന്, കോൺഗ്രസിനും ലീഗിനും ബുദ്ധി കടം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നാവ് ഇറങ്ങിപ്പോയോ? ഇതിനെക്കുറിച്ച് പ്രതികരണമൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് BJP ആയിക്കൊണ്ടിരിക്കുന്നു. BJPയുടെ ക്രൂരമായ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ബാംഗ്ലൂരിൽ 3000-ഓളം പേരെ അവരുടെ കുടിലുകൾ ഇടിച്ച് നിരത്തി ഭവനരഹിതരാക്കി മാറ്റി. ഇവിടെ വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് വയനാട്ടിൽ പണം പിരിച്ചയാൾ പൊളിവിലാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ഒരാൾ പണം പിരിച്ച് ആളുകളെ കബളിപ്പിച്ചിരിക്കുകയാണ്. എവിടെയാണ് KPCC പറഞ്ഞ വീട്? ഇന്നല്ലേ കോൺഗ്രസ് സ്ഥാപക ദിനം? ഇന്നല്ലേ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞത്? എവിടെയാണ്? അപ്പോൾ കോൺഗ്രസിൻ്റെ വഞ്ചന കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി. പത്രത്തിലെ ഞാൻ വാർത്ത കണ്ടത് ശരിയാണെങ്കിൽ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണെങ്കിൽ BJP ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്.